8th സ്റ്റാൻഡേർഡിലെ ഒന്നാമത്തെ കെമിസ്ട്രി ചാപ്റ്ററായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാവരും ഒരു നോട്ട്ബുക്കും പേനയും ഒക്കെ എടുത്ത് വെക്കുക. ഇതിൽ പറയുന്ന ചോദ്യോത്തരങ്ങൾ, ക്വസ്റ്റ്യൻ ആൻസറൊക്കെ പോയിൻറ്റ്സൊക്കെ നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുക. വാട്ട് ആർ ദ ഒബ്ജക്റ്റ് സീൻ ഇൻ ദ പിക്ചർ? എന്തൊക്കെ വസ്തുക്കളാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്? ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, പെൻസിൽ, ദെൻ സ്പെക്ടക്കിൾ, ഗ്ലാസ് ഫിൽഡ് വിത്ത് വാട്ടർ, ബലൂൺ ഫിൽഡ് വിത്ത് എയർ, ഇങ്ങനെ തുടങ്ങി വസ്തുക്കൾ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. വാട്ട് ആർ ദ മെറ്റീരിയൽസ് പ്രസൻറ്റ് ഇൻ ഈച്ച് ഒബ്ജക്റ്റ്? ഫോർ എക്സാമ്പിൾ ബലൂണിൽ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ബലൂൺ നിർമ്മിച്ചിരിക്കുന്നത്? റബ്ബറാണ്. ദെൻ പെൻസിൽ എന്താണ്? വുഡ് മരത്തിൻ്റെ തടി കൊണ്ടാണല്ലോ പെൻസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ഉള്ളിൽ നമ്മൾ എന്താണ് വെച്ചിരിക്കുന്നത്? ഗ്രാഫൈറ്റാണ് ഇതിൻ്റെ മുനയായിട്ട് ചാര നിറത്തിൽ നമ്മൾ കാണപ്പെടുന്നത്. അതെന്താണ് ഗ്രാഫൈറ്റ്? അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് 9th സ്റ്റാൻഡേർഡിൽ പഠിക്കാം. നോക്കിയേ, നമ്മുടെ ചുറ്റും വിവിധ തരത്തിലുള്ള വസ്തുക്കൾ കാണപ്പെടുന്നുണ്ട്. ഓൾ ദീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. ഈ വസ്തുക്കളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് വ്യത്യസ്ത വസ്തുക്കൾ കൊണ്ടാണ്, വ്യത്യസ്ത മെറ്റീരിയൽസ് കൊണ്ടാണ് ഈ വസ്തുക്കളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. വി ആർ ഫെമിലിയർ വിത്ത് ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മെറ്റീരിയൽസ്. നമുക്കിവയുടെ ഭൗതികാവസ്ഥകൾ, ഫിസിക്കൽ സ്റ്റേറ്റ് എന്തൊക്കെയാണ് നമുക്ക് ഓൾറെഡി നമുക്കറിയാം. 7th സ്റ്റാൻഡേർഡിലൊക്കെ ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് മെറ്റീരിയൽ സീൻ അറൗണ്ട് us? നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ദെൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റുമുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് മെറ്റീരിയൽസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിക്കോളൂ. വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് മെറ്റീരിയൽസ് സീൻ അറൗണ്ട് us? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഇനി നിങ്ങൾ നോക്കിയേ, ക്ലാസിഫൈ, ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലാസിഫൈ ആൻഡ് ടാബ്ലേറ്റ് ദ മെറ്റീരിയൽസ് ഗിവൺ ഇൻ ദ പിക്ചർ ഓൺ ദി ബേസിസ് ഓഫ് ദെയർ ഫിസിക്കൽ സ്റ്റേറ്റ്. ഇവിടെ നമ്മൾ കുറച്ച് ചിത്രം നമ്മൾ തുടക്കത്തിൽ കണ്ടിട്ടുണ്ട്. ഈ മെറ്റീരിയൽസിന് നമ്മൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്, വ്യത്യസ്തമായ അവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ സോളിഡാണോ, ലിക്വിഡാണോ, ഗ്യാഷ്യസ് ആണോ, എന്താണെന്നുള്ള രീതിയിൽ നമ്മളത് ഒരു ടേബിളിലേക്ക് നമ്മൾ എഴുതുക. അപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോൾ അതിലെ ചിത്രത്തിൽ സോളിഡ് സ്റ്റേറ്റിലുള്ളത് എന്തൊക്കെയായിരുന്നു? സോളിഡ് സ്റ്റേറ്റിലുള്ളത് ചിത്രത്തിലേക്ക് നോക്കിയേ. സോളിഡ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഏതവസ്ഥയിലാണ്? സോളിഡ് സ്റ്റേറ്റിലാണ്. ഗ്ലാസ് സോളിഡ് സ്റ്റേറ്റ്, പെൻസിൽ, സ്പെക്ടക്കിൾസ്, ബലൂൺ, ഇതൊക്കെ ഏതവസ്ഥയിലാണ്? ഇതൊക്കെ സോളിഡ് സ്റ്റേറ്റിലാണ്. ഇതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് വെച്ചിരിക്കുന്ന ലിക്വിഡിൽ ഇവിടെ അവസ്ഥയിലുള്ള എന്താണ് ഇവിടെ ഉള്ളത്? നമ്മുടെ ഗ്ലാസ്സിലുള്ള വാട്ടർ. ഈ വാട്ടർ ഏതവസ്ഥയിലാണുള്ളത്? ലിക്വിഡ് സ്റ്റേറ്റിലാണുള്ളത്. ദെൻ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ എന്താണുള്ളത്? ഈ ബലൂണിൽ നോക്കിയേ, ബലൂൺ ഫിൽഡ് വിത്ത് എയർ ആണ്. എയർ ഏത് സ്റ്റേറ്റിലാണുള്ളത്? ബലൂണിൻ്റെ ഉള്ളിലുള്ള എയർ ഏതവസ്ഥയിലാണുള്ളത്? ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. ഗ്യാസ് ഇവിടെ നിങ്ങൾ ഈ ടേബിളിൻ്റെ അടിയിൽ നിങ്ങൾ എന്തെഴുതുക? എയർ എന്ന് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ടേബിളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഇതൊക്കെ നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ നമ്മൾ ആൾറെഡി ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. നമുക്കൊന്നും കൂടെ നിങ്ങൾക്ക് പറയുന്നതെന്നേ ഉള്ളൂ. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്? പദാർത്ഥങ്ങളുടെ വിവിധ പ്രത്യേകതകളൊക്കെ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറയാൻ പോവുകയാണ്. നിങ്ങളിവിടെ ഒരു ചിത്രം നോക്കിയേ. ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? വാട്ട് ആർ ദ തിങ്സ് റിക്വയർഡ് ടു ദ എക്സ്പെരിമെൻറ്റ് ഷോൺ ഇൻ ദ ഫിഗർ? ഈ ചിത്രത്തിലേക്ക് നിങ്ങൾ നന്നായി നോക്കുക. ഈ ചിത്രത്തിൽ നിങ്ങൾ ഈ ചിത്രത്തിൽ എന്തൊക്കെ മെറ്റീരിയൽസാണ് നിങ്ങൾ കാണുന്നത്? ഇവിടെ ഒരു ഗ്ലാസ് ജാറുണ്ട്, അല്ലെങ്കിൽ ഗ്ലാസ് ടംബ്ലർ ഉണ്ട്, ഗ്ലാസ് ജാറുണ്ട്, ഒരു സ്റ്റോൺ ഉണ്ട്. ആ സ്റ്റോണ് നമ്മളൊരു നൂലിൽ കെട്ടി തൂക്കിയിട്ടുണ്ട്, ത്രെഡ് ഉണ്ട്. അപ്പോൾ വാട്ട് ആർ ദ തിങ്സ് റിക്വയർഡ് ടു ഡു ദ എക്സ്പെരിമെൻറ്റ് ഷോൺ ഇൻ ഫിഗർ? ഏതൊക്കെ തിങ്സ് ആണ് ഇവിടെ ഉള്ളത്? ഗ്ലാസ് ജാറ്, സ്റ്റോണ്, ത്രെഡ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് ആൻസർ ഞാൻ പറഞ്ഞു. ഗ്ലാസ് ജാറ്, സ്റ്റോണ്, ത്രെഡ്. ഹൗ ഡു വി ഡു ദിസ് എക്സ്പെരിമെൻറ്റ്? നമ്മളിവിടെ എന്ത് പരീക്ഷണമാണ്, എന്ത് എക്സ്പെരിമെൻ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത്? ടേക്ക് എ ഗ്ലാസ് ജാർ വിത്ത് ഹാഫ് ഫിൽഡ് വാട്ടർ. പകുതി നിറഞ്ഞിട്ടുള്ള, നിങ്ങൾ ഫസ്റ്റ് ഫിഗർ 4.1 ഫസ്റ്റ് ഗ്ലാസ് ജാർ നോക്കിയേ. അതിൽ പകുതിയോളം വാട്ടർ ഉണ്ട്.
അല്ലേ? അതിലേക്ക് നമ്മളൊരു നൂലിൽ കെട്ടിയ കല്ല് നമ്മൾ അതിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുകയാണ്, അതിലേക്ക് പതുക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് എക്സ്പെരിമെൻറ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത്? എന്താണ് എക്സ്പെരിമെൻ്റ് പ്രൊസീജിയർ? എങ്ങനെയാണ്? ടേക്ക് എ ഗ്ലാസ് ജാർ വിത്ത് ഹാഫ് ഫിൽഡ് വാട്ടർ. നമ്മൾ ഗ്ലാസ് ജാറിൽ ഹാഫ് ഫിൽഡ് വാട്ടർ എടുത്തു. ടൈ എ ത്രെഡ് ഓവർ എ സ്റ്റോണിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്തു? ഒരു ത്രെഡ് നൂല് കെട്ടിത്തൂക്കി. ഇമ്മേഴ്സ് ദ സ്റ്റോൺ സ്ലോലി ഇൻ ടു ദ വാട്ടർ. ഇത് പതുക്കെ നമ്മൾ വാട്ടറിലേക്ക് നമ്മൾ പതുക്കെ ഇങ്ങനെ താഴ്ത്തി വെച്ചു, ഇമ്മേഴ്സ് ചെയ്ത് മുക്കി വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് മനസ്സിലായോ? എക്സ്പെരിമെൻറ്റ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ? ഒന്നുമില്ല. ഒരു കല്ല് വാട്ടറിലേക്ക് നമ്മൾ കെട്ടിത്തൂക്കി. വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ ലെവൽ വെൻ ദ സ്റ്റോൺ ഈസ് ഡിപ്പ്ഡ് ഇൻ വാട്ടർ? അപ്പോൾ നമ്മൾ നമ്മൾ വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്ത സമയത്ത് വാട്ടർ ലെവലിൽ എന്താ സംഭവിച്ചത്? രണ്ടാം ചിത്രം നോക്കിയേ എല്ലാവരും. അപ്പോൾ വാട്ടർ ലെവൽ റൈസസ്. അപ്പോൾ വാട്ടർ ലെവൽ എന്ത് ചെയ്തു? മുകളിലേക്ക് ഉയർന്നു. വാട്ട്സ് എ റീസൺ? എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം എന്താണ് മക്കളെ? അതായത് കല്ലിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. സ്റ്റോൺ ഓക്യുപ്പൈസ് സ്പേസ്. സ്റ്റോണിന് എന്താവശ്യമുണ്ട്? സ്ഥലം ആവശ്യമുണ്ട്. അപ്പോൾ സ്റ്റോണിന് ഇരിക്കാൻ ഒരിടം വേണം, സ്ഥലം വേണം. അപ്പോൾ അപ്പോൾ അവിടെ ഇരിക്കാൻ, അതിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലം ആവശ്യമുള്ള സമയത്ത് ഈ ജലം എന്ത് ചെയ്യും? ജലനിരപ്പ് മുകളിലേക്ക് ഉയരും. സ്റ്റോൺ ഹാസ് മാസ്. സ്റ്റോണിന് മാസ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഓക്യുപ്പൈ സ്പേസ്. ഇതിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, കല്ലിന് മാസുമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? വാട്ടർ ലെവൽ മുകളിലേക്ക് ഉയരും. അപ്പോൾ നമ്മൾ എങ്ങനെയത് ആൻസർ ചെയ്യാം? വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ ലെവൽ വെൻ ദ സ്റ്റോൺ ഈസ് ഡിപ്പ്ഡ് ഇൻ വാട്ടർ? Then answer, water level rises up. Water level മുകളിലേക്ക് ഉയരുന്നു. What is the reason? Because stone has mass. സ്റ്റോണിന് മാസ് ഉണ്ട്. ആൻഡ് ഇറ്റ് occupies space. അതിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. സോ വാട്ടർ ലെവൽ റൈസസ് അപ്പ്. അതുകൊണ്ട് വാട്ടർ ലെവൽ എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലേക്ക് ഉയരുന്നു. നമുക്ക് അടുത്ത പരീക്ഷണം നോക്കിയാലോ? ഈ ചിത്രത്തിലേക്ക് നോക്കിയ രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കുക. ഫിഗർ 4.2. അതിലെന്താ ചെയ്തിരിക്കുന്നത്? ഫിൽ 3/4 ഓഫ് എ ട്രഫ് വിത്ത് വാട്ടർ. അപ്പോൾ അതായത് ഒരു ട്രഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പാത്രം, ഗ്ലാസിൻ്റെ ഒരു പാത്രം, അതാണ് ട്രഫ്. ഫിൽ 3/4 ഓഫ് എ ട്രഫ് വിത്ത് വാട്ടർ. അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം, ട്രഫിൻ്റെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ എന്തെടുത്തിട്ടുണ്ട്? വാട്ടർ എടുത്തിട്ടുണ്ട്. കീപ്പ് എ ഡ്രൈ ഗ്ലാസ് ടംബ്ലർ പെർപെൻഡിക്കുലർലി ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ. അതായത് ഒരു ഗ്ലാസ് ടംബ്ലർ നമ്മൾ എടുത്തിട്ട്, അല്ലെങ്കിൽ വേറൊരു ഗ്ലാസ് എടുത്തിട്ട് പെർപെൻഡിക്കുലർലി ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ. വാട്ടറിലേക്ക് നമ്മൾ പെർപെൻഡിക്കുലറായിട്ട് മുക്കുക, അതായത് താഴ്ത്തി ഇങ്ങനെ കൊണ്ടുവരിക. ഇൻ ദ ട്രഫ്. ഫിൽ 3/4 ഓഫ് എ ട്രഫ് വിത്ത് വാട്ടർ. കീപ്പ് എ ഡ്രൈ ഗ്ലാസ് ടംബ്ലർ പെർപെൻഡിക്കുലർലി ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ ഇൻ ദ ട്രഫ്. മുക്കാൽ ഭാഗത്തോളം ട്രഫിൽ ജലം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസ് ടംബ്ലർ പെർപെൻഡിക്കുലറിന് ലംബമായി അല്ലെങ്കിൽ കുത്തനെ നമ്മൾ അതിലേക്ക് ഇങ്ങനെ താഴ്ത്തുകയാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? നിങ്ങൾ നോക്കിയാൽ ഈ പരീക്ഷ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്നതാണ്. ഒരു പാത്രത്തിൽ നമ്മൾ ജലം എടുത്തിട്ട് വേറൊരു ഗ്ലാസ്സിൽ പതുക്കെ നമ്മൾ അങ്ങോട്ട് അതിലേക്ക് താഴ്ത്തുക. അപ്പോൾ നമുക്ക് എന്താണ് കാണാൻ പറ്റുക? വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ ലെവൽ ഇൻ ദ ട്രഫ്. ട്രഫിലെ വാട്ടർ ലെവലിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾ നന്നായി ചിത്രത്തിലേക്ക് നോക്കിയേ. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് പതുക്കെ ഇങ്ങനെ താഴോട്ട് പോകും തോറും വാട്ടർ ലെവൽ ഇൻ ദ ട്രഫ് റൈസസ്. അതായത് വാട്ടർ ലെവൽ എന്ത് ചെയ്യുന്നുണ്ട്? റൈസ് ചെയ്യുന്നുണ്ട്. വാട്ടർ ലെവൽ റൈസസ്. ഓക്കെ. ഡസ് വാട്ടർ എൻ്റർ ദ ടംബ്ലർ? ഈ ടംബ്ലറിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഉള്ളിലേക്ക് വാട്ടർ എൻ്റർ ചെയ്യുന്നുണ്ടോ? വാട്ടർ ഈ ടംബ്ലർ, അതായത് ഈ ഡ്രൈ ഗ്ലാസ് ടംബ്ലറിൻ്റെ ഉൾഭാഗത്തേക്ക് വാട്ടർ എന്ത് ചെയ്യുന്നില്ല? എൻ്റർ ചെയ്യുന്നില്ല. നോ, വാട്ടർ ഡസ് നോട്ട് എൻ്റർ ദി ടംബ്ലർ. ടംബ്ലറിൻ്റെ ഉള്ളിലോട്ട് വാട്ടർ ഒരിക്കലും എൻ്റർ ചെയ്യുന്നില്ല. വാട്ട് മെറ്റീരിയൽ ഡസ് ദ ടംബ്ലർ ഓൾറെഡി കണ്ടെയ്ൻ? ഈ ടംബ്ലറിൽ ഓൾറെഡി കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഡ്രൈ ആയിട്ടുള്ള കുത്തനെ വെച്ചിരിക്കുന്ന ഗ്ലാസ് ടംബ്ലറിൽ ഇവിടെ ഓൾറെഡി എയർ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇവിടെ ഓൾറെഡി അതിലുള്ളത്? എയർ ഉണ്ട്, വായു ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ എഴുതുക, ടംബ്ലർ ഓൾറെഡി കണ്ടെയ്ൻ എയർ. ടംബ്ലറിൻ്റെ ഉള്ളിൽ എയർ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എന്താ അവിടെ സംഭവിക്കുക? എയറിന് ടംബ്ലറിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തുണ്ട്? എയർ ഉണ്ട്. അപ്പോൾ എയറിനും ഇതുപോലെ തന്നെ മാസ് ഉണ്ട്. നമ്മളിത് കല്ലിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ എയറിനും മാസ് ഉണ്ട്. എയർ ഓക്യുപ്പൈ സ്പേസ്. എയറിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ എയർ ഉണ്ട്, എയറിന് സ്ഥലം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഗ്ലാസ് ഇങ്ങനെ താഴത്തോട്ട് ആക്കും തോറും ഗ്ലാസിൻ്റെ ഉള്ളിലോട്ട് ഒരിക്കലും വാട്ടർ കയറുകയില്ല. അതുപോലെ തന്നെ ട്രഫിലെ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈസ് ദർ എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി വോളിയം ഓഫ് ദിസ് മെറ്റീരിയൽ ആൻഡ് ദ ഡിഫറൻസ് ഇൻ ദി വാട്ടർ ലെവൽ? അതായത് ഈ മെറ്റീരിയലിൻ്റെ ഗ്ലാസ് ടംബ്ലറിൻ്റെ അതിൻ്റെ വോളിയവും വാട്ടർ ലെവലും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ്, എന്തെങ്കിലും റിലേഷൻഷിപ്പ്, ഇതിന് വാട്ടർ ലെവലിൻ്റെ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈക്വൽ ടു വോളിയം ഓഫ് എയർ ട്രാപ്ഡ് ഇൻസൈഡ് ദി ടംബ്ലർ. അതായത് എത്രത്തോളം വാട്ടർ ഡിസ്പ്ലേസ് ചെയ്തോ, എത്രത്തോളം വാട്ടർ മുകളിലേക്ക് റൈസ് ചെയ്തോ അത്രയും വാട്ടറിൻ്റെ അളവിന് ഈക്വലാണ് നമ്മൾ ഈ വോളിയം ഓഫ് എയർ ട്രാപ്ഡ് ഇൻസൈഡ് ദ ടംബ്ലറിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്തിരിക്കുന്ന എയറിൻ്റെ വോളിയത്തിന് ഈക്വലാണ് വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അതായത് അത്രത്തോളം സ്ഥലത്തുള്ള ജലം എന്ത് ചെയ്തിരിക്കുകയാണ്? ഡിസ്പ്ലേസ് ചെയ്തിരിക്കുകയാണ്, മുകളിലേക്ക് റൈസസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ എഴുതാം? വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈക്വൽ ടു, ഡിസ്പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ട് മാറിപ്പോകും, അത് ആദേശം ചെയ്യാം. വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈക്വൽ ടു വോളിയം ഓഫ് എയർ ട്രാപ്ഡ് ഇൻസൈഡ് ദി ടംബ്ലറിൻ്റെ ഉള്ളിലുള്ള എയറിന് എത്രത്തോളം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ടോ, എത്രത്തോളം വോളിയം എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യാപ്തം, നമ്മൾ മലയാളത്തിൽ പറയും സ്ഥിതി ചെയ്യാനുള്ള സ്ഥലം. അതായത് എയറിന് ഈ ടംബ്ലറിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യാൻ എത്രത്തോളം സ്ഥലം ആവശ്യമാണോ അത്രത്തോളം വാട്ടർ എവിടേക്ക് ഡിസ്പ്ലേസ് ചെയ്യും, അത്രത്തോളം വാട്ടർ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈക്വൽ ടു വോളിയം ഓഫ് എയർ ട്രാപ്ഡ് ഇൻസൈഡ് ദി ടംബ്ലർ. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് രണ്ട് കാര്യം നമ്മൾ പറഞ്ഞത്, ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞത് എയർ ഹാസ് മാസ് ആണ്. എയറിന് ഇവിടെ മാസ് ഉണ്ട്, എയറിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. എയർ ഹാസ് മാസ് ആൻഡ് ഇറ്റ് ഓക്യുപ്പൈ സ്പേസ്. എയറിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, അതുപോലെ തന്നെ എയറിന് എന്തുണ്ട്? മാസ് ഉണ്ട്. ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ എന്താ പറഞ്ഞത്? സ്റ്റോൺ ഹാസ് മാസ്, സ്റ്റോണിന് മാസ് ഉണ്ട്. സ്റ്റോൺ ഓക്യുപ്പൈ സ്പേസ്, സ്റ്റോണിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അതുകൊണ്ടാണ് നേരത്തെ ഫസ്റ്റിൽ നമ്മൾ ഗ്ലാസ് ടംബ്ലറിലെ വാട്ടർ ലെവൽ റൈസ് ചെയ്തത്. ഇതുപോലെ തന്നെ ഇവിടെ സെക്കൻഡ് എക്സ്പെരിമെൻറ്റിൽ ട്രഫിലെ വാട്ടർ ലെവൽ നമ്മൾ റൈസ് ചെയ്യാനുള്ള കാരണം എയർ ഹാസ് മാസ്, എയറിന് മാസ് ഉണ്ട്. ദെൻ ഇറ്റ് ഓക്യുപ്പൈ സ്പേസ്, എയർ ഓക്യുപ്പൈസ് സ്പേസ്, എയറിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഇനി അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മൾ സോളിഡ് സ്റ്റേറ്റിലുള്ളതാണ്. ഇവിടെ നമ്മൾ എയർ അതിൽ ട്രാപ്പ് ചെയ്തിരിക്കുന്നതാണ്. എയർ ഹാസ് മാസ്, എയർ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ളതാണ്. ഇനി നമുക്ക് മറ്റൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഈ എക്സ്പെരിമെൻ്റ്, ഈ പരീക്ഷണത്തോടുകൂടി നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാവും. ഹാങ് 2 ബലൂൺസ് ഫിൽഡ് വിത്ത് എയർ. ഇവിടെ 2 ബലൂണാണ് എടുത്തിരിക്കുന്നത്. ഈ 2 ബലൂൺ ഫിൽഡ് വിത്ത് എയർ. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്താണ് നിറച്ചിരിക്കുന്നത്? ഇതിൻ്റെ ഉള്ളിൽ എയർ നിറച്ചിട്ടുണ്ട്. അത് 2 ends ഓഫ് എ 30 cm ലോങ് മെറ്റൽ സ്കെയിൽ. അതായത് 30 cm ലോങ് മെറ്റൽ സ്കെയിലിൻ്റെ 2 ഭാഗത്തും നമ്മൾ ബലൂൺ ഇവിടെ തൂക്കി വെച്ചിട്ടുണ്ട്. ബലൂൺ ഫിൽഡ് വിത്ത് എയർ നിറച്ചിട്ടുള്ള ബലൂണാണ് ഇവിടെ കെട്ടിത്തൂക്കിയിരിക്കുന്നത്. ഫിക്സ് എ പീസ് ഓഫ് സെല്ലോ ടാപ്പ് ഓൺ വൺ ഓഫ് ദ ബലൂൺ. ഒരു ബലൂണിൻ്റെ മുകളിൽ നമ്മളൊരു സെല്ലോ ടാപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ത്രെഡ് സസ്പെൻഡ് ദ സ്കെയിൽ ഇൻ എ ബാലൻസ്ഡ് പൊസിഷൻ. നമ്മളൊരു ത്രെഡൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു സ്കെയിലിൻ്റെ 2 അറ്റത്ത് നമ്മൾ വളരെ ബാലൻസ്ഡ് പൊസിഷനിലാണ് ഈ എയർ നിറച്ച 2 ബലൂണും നമ്മളിവിടെ കെട്ടി വെച്ചിരിക്കുന്നത്. Then pierce the balloon with a needle on the cello tap. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഒരു സെല്ലോ ടാപ്പ് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ബലൂണിൽ ജസ്റ്റ് ഒരു നീഡിൽ ഉപയോഗിച്ച് നമ്മളൊന്ന് കുത്തുക. അതൊന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക?
അതായത് രണ്ടും ഒരേപോലെ എയർ നിറച്ച് വെച്ചിട്ടുള്ള 2 ബലൂണാണ്. അത് ഒരു ബലൂണിനെ നമ്മൾ ഒരു നീഡിൽ ഉപയോഗിച്ച് ഒരു ബലൂണിനെ നമ്മൾ ജസ്റ്റ് നീഡിൽ ഉപയോഗിച്ചൊരു കുത്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ ബലൂണിന് പതുക്കെ എന്ത് ചെയ്യും? എയർ ഇങ്ങനെ പുറത്തേക്ക് പോകും. ആ ബലൂണിന് എയർ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ആ ബലൂണിലുള്ള എയർ കുറഞ്ഞ് വരും. അതുപോലെ തന്നെ മറ്റേ ബലൂണിൽ എന്ത് ചെയ്യും? എയർ അതേപോലെ തന്നെ നിൽക്കും. നമ്മൾ പിന്നുകൊണ്ട് കുത്താത്ത ബലൂണിൽ എയർ അതുപോലെ നിൽക്കും. എയർ നമ്മൾ പിന്നുകൊണ്ട് കുത്തിയിട്ടുള്ള, അതായത് സൂചി കൊണ്ട് നീഡിൽ കൊണ്ട് നമ്മൾ കുത്തിയിട്ടുള്ള ബലൂണിൽ നിന്ന് എയർ പതുക്കെ എന്ത് ചെയ്തു പോകും? പുറത്തേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ നമ്മൾ നോക്കിയേ, റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ. നിങ്ങളുടെ ഒബ്സർവേഷൻ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്മളുടെ ഒബ്സർവേഷൻ? എന്തായിരുന്നു? എയർ ഫ്രം ബലൂൺ ഗോസ് ഔട്ട്. നമ്മളിത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, ദെൻ പിയേഴ്സ് ദ ബലൂൺ വിത്ത് എ നീഡിൽ ഓൺ ദി സെല്ലോ ടാപ്പ്. നമ്മൾ സെല്ലോ ടാപ്പിൻ്റെ മുകളിൽ ഒരു കുത്തു കൊടുക്കാൻ പറഞ്ഞു. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒബ്സർവേഷൻ എന്താണ്? എയർ ഫ്രം ബലൂൺ ഗോസ് ഔട്ട്. അതായത് ബലൂണിലുള്ള എയറൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് പോകുന്നുണ്ട്. വാട്ട് ഡു യു ഇൻഫർ ഫ്രം ദിസ്? ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? എയർ ഹാസ് മാസ്. എയറിന് മാസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിന്ന് എന്തൊക്കെയാണ് വേറെ മനസ്സിലാക്കുന്നത്? ബലൂൺ ഫ്രം വിച്ച് എയർ ഗോസ് ഔട്ട് റൈസസ്. അതായത് ഏത് ബലൂണിൽ നിന്നാണോ എയർ പുറത്തേക്ക് വരുന്നത് ആ ബലൂണിന് എയർ കുറഞ്ഞ് അതായത് മാസ് കുറഞ്ഞ് ആ ബലൂൺ മുകളിലേക്ക് പൊങ്ങുന്നു. ബലൂൺ ഫ്രം വിച്ച് എയർ ഗോസ് ഔട്ട് റൈസസ്. അത് മുകളിലേക്ക് ഉയരുന്നു. ആൻഡ് ദ വൺ ഫിൽഡ് വിത്ത് എയർ ഗോസ് ഡൗൺ. അത് ഏതിലാണോ എയർ കംപ്ലീറ്റ് ആയി നിറഞ്ഞിരിക്കുന്നത്, ഫില്ല് ചെയ്തിരിക്കുന്നത്, അത് പതുക്കെ താഴോട്ടേക്ക് പോകും. അപ്പോൾ ഒരു സ്കെയിലിൽ മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്നത് ബലൂണിൽ എയർ കുറഞ്ഞിട്ടുള്ള, നമ്മൾ നീഡിൽ കൊണ്ട് കുത്തിയതും താഴോട്ടതൊക്കെ തൂങ്ങിയിരിക്കുന്നത് ഏതിലായിരിക്കും? കംപ്ലീറ്റ് എയർ ഫില്ല് ചെയ്തിട്ടിരിക്കുന്ന ബലൂണാണ് താഴോട്ടേക്ക് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതിന്ന് മനസ്സിലാകാം എന്താണ്? എയർ ഹാസ് മാസ്. എയറിന് മാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മാസ് കുറയുന്നതിനനുസരിച്ചിട്ടുള്ള അത് എയർ കുറയുന്നതിനനുസരിച്ചിട്ടുള്ള ബലൂൺ മുകളിലോട്ട് ഉയരുന്നു. ബലൂൺ ഫ്രം വിച്ച് എയർ ഗോസ് ഔട്ട് റൈസസ് അപ്പ് ആൻഡ് ദ വൺ ഫിൽഡ് വിത്ത് എയർ ഗോസ് ഡൗൺ. ഇതാണ് നമ്മളുടെ ഒബ്സർവേഷന്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കാം. ഇപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ 3 പരീക്ഷണ എക്സ്പെരിമെൻറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു ഓർമ്മയില്ലേ? ഫസ്റ്റ് നമ്മൾ സ്റ്റോൺ വെച്ചിട്ടുള്ള, നമ്മൾ സ്റ്റോണ് ത്രെഡിൽ കെട്ടിയിട്ട് നമ്മൾ വാട്ടറിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ്. രണ്ടാമത് നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ചെയ്തത് ഏതായിരുന്നു? ഒരു ട്രഫിൽ ഡ്രൈ ഗ്ലാസ് ടെമ്പർ താഴ്ത്തി വെച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റാണ്. മൂന്നാമത് നമ്മൾ ഈ ബലൂണിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്തു. ഈ 3 എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പം നമുക്ക് ഇതിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടുന്ന് എഴുതേണ്ടത്? ഈ 3 എക്സ്പെരിമെൻറ്റിലും ഇവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതേണ്ടതാണ്. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ? ഏതൊക്കെയാണ് ഫിസിക്കൽ സ്റ്റേറ്റ്സ് എന്നുള്ളത്. പിന്നെ ആ 3 എക്സ്പെരിമെൻറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നോട്ടിലേക്ക് എഴുതേണ്ടതാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം.